അവസാനഘട്ട പ്രവർത്തനത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇപ്പോൾ ഇന്ന് കലാശക്കൊട്ടൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ ഒത്തിരി പ്രവർത്തനങ്ങളാണ് 5-ാം വാർഡിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തമായിട്ട് വിലയിരുത്തുമ്പോൾ എന്താണ് പറയാനുള്ളത്? മൊത്തമായി വിലയിരുത്തുമ്പോൾ വളരെ പോസിറ്റീവാണ് എല്ലാ സൈഡിൽ നിന്നും. കഴിഞ്ഞകാല കോൺഗ്രസ് പ്രവർത്തനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപന രീതിയാണ് നമുക്ക് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത്. അത് തികച്ചും ഈ രാജ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര ശ്രമമാണ് എല്ലാ വോട്ടേഴ്സും കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 5-ാം വാർഡിലും അതിൽ വിപരീതമായി വളരെ അനുകൂലമായ സാഹചര്യമാണ് എല്ലാ ജാതി മത വ്യക്തികളിൽ നിന്നും ഈ വോട്ടേഴ്സ് പ്രവർത്തനത്തിൽ നടക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നത്. ഇതിന് നല്ല പ്രതികരണമാണ്. നല്ല പ്രതികരണം. അതെ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു വ്യക്തിയോട് താങ്കൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ 5-ാം വാർഡ് നിങ്ങളെ വേണ്ടപ്പെട്ടവരെ കൊണ്ടൊക്കെ വോട്ട് ചെയ്യിപ്പിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നുണ്ടല്ലോ. സന്തോഷം. ഒന്നാമത് എല്ലാവരും ഒരു പുഞ്ചിരിയോട് കൂടിയാണ് സ്വീകരിക്കുന്നത്. അതന്നെ അതിൽ നിന്നുള്ള ഒരു നല്ല വശമാണെന്ന് ആലോചിക്കാം. ഒരു വളരെ സന്തോഷകരമായ ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാ വോട്ടേഴ്സിൽ നിന്നും കിട്ടുന്നത് നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഈ പൊരും വെയിലിൽ വളരെ സന്തോഷമായിട്ടാണ് നമ്മൾ വോട്ട് പ്രവർത്തനത്തിൽ നടക്കുന്നത്. അതാണ് ഇതിൻ്റെ ആത്യന്തികമായ ഫലം. എല്ലാവരോടും കൂടി എന്താണ് പറയാനുള്ളത്? കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുക. കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുന്നത് അനിവാര്യമായ ആണ്. ഇന്ത്യയുടെ നിലനിൽപ്പ്, ഇന്ത്യയുടെ മതേതരത്വം, സോഷ്യലിസം നിലനിൽക്കുന്നതിന് വേണ്ടി കൈപ്പത്തി വോട്ടിൽ ചെയ്യണം. അത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇന്ത്യ എന്ന ആ രാഷ്ട്രസങ്കല്പം ഇല്ലാതാവും. അതിനുവേണ്ടിയാണ് ഈ തീവ്ര യത്നത്തിൽ എല്ലാവരും വ്യാപൃതരാകും. താങ്ക് യു സാർ.